വണ്ടൂർ താലൂക്ക് ആശുപത്രിയിൽ ഈ മാസം 20 മുതൽ ഡയാലിസിസ് ആരംഭിക്കും. തുടക്കത്തിൽ 2 മെഷീൻ ഉപയോഗിച്ചാകും ഡയാലിസിസ് നടത്തുക. ബ്ലോക്ക് പഞ്ചായത്ത് ഹാളിൽ ചേർന്ന HMC സപ്പോർട്ടിംഗ് കമ്മിറ്റി യോഗത്തിലാണ് അധികൃതർ ഇക്കാര്യങ്ങൾ വ്യക്തമാക്കിയത്. 10 മെഷീൻ പ്രവർത്തിപ്പിക്കാൻ ആവശ്യമായ സൗകര്യം ആശുപത്രിയിൽ ഒരുക്കിയിട്ടുണ്ട്. യോഗം AP അനിൽകുമാർ MLA ഉദ്ഘാടനം ചെയ്തു. അതിനുശേഷം പ്രിയപ്പെട്ട അസ്കറാമയും ഒക്കെ നടത്തിയ പ്രവർത്തനങ്ങളാണ് ഇന്ന് നമുക്കിത് യാഥാർത്ഥ്യമാകുന്ന ഒരു തലത്തിലേക്ക് എത്തുവാൻ കഴിഞ്ഞത്. അതോടൊപ്പം തന്നെ എല്ലാ വിഭാഗം രാഷ്ട്രീയ പാർട്ടികളും നമ്മുടെ സർവീസ് സഹകരണ ബാങ്ക് ഉൾപ്പെടെയുള്ളവർ ഈ രീതിയിലുള്ള പിന്തുണ നൽകാമെന്ന് അറിയിക്കുകയും അതോടൊപ്പം ചേരുകയും ചെയ്തു. ഇന്നത്തെ ഒരു സാഹചര്യത്തെക്കുറിച്ച് ശ്രീ അസ്കർ സൂചിപ്പിച്ചു. അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ നമുക്കൊരു ആഗസ്റ്റ് 20 കഴിയുന്നതോടുകൂടി അതിനു മുമ്പ് തന്നെ നമുക്കൊരു സോഫ്റ്റ് ലോഞ്ചിങ് ആവശ്യമാണ്. അത് കഴിഞ്ഞ് നമുക്ക് പൂർണ്ണമായും അതിൻ്റെ പ്രവർത്തനങ്ങൾ 20 കഴിഞ്ഞ ഉടനെ നമുക്ക് നടത്താൻ കഴിയും. ഉദ്ഘാടനം ഉൾപ്പെടെയുള്ള കാര്യം ഇപ്പോൾ നമുക്ക് നിലവിൽ 3 മെഷീനാണ് ഇപ്പോൾ നമുക്കുള്ളത്. ഏതാണ്ട് ഒരു 3 മെഷീൻ നമുക്ക് വേറെ സ്പോൺസർഷിപ്പ് നമുക്ക് ലഭിക്കുന്ന സാഹചര്യമുണ്ട്. അത് എത്രയും പെട്ടെന്ന് ലഭിക്കും എന്നാണ് മനസ്സിലാക്കുന്നത്. അങ്ങനെ വന്നു കഴിഞ്ഞാൽ 6 മെഷീൻ നമുക്ക് തുടക്കത്തിൽ തന്നെ ലഭ്യമാകുന്ന സാഹചര്യം ഉണ്ടാകും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾക്ക് നമ്മെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നതാണ് ഇതിലേക്ക് രോഗികളെ സെലക്ട് ചെയ്യുക എന്നത്. അപ്പോൾ രോഗികളെ സെലക്ട് ചെയ്യുന്നതിൽ മെഡിക്കൽ ഓഫീസറും ബന്ധപ്പെട്ട ആളുകളും അതിനകത്ത് എന്തെല്ലാം കാര്യങ്ങളാണ് ചെയ്യുന്നത്, ഏത് രീതിയിലാണ് സെലക്ഷൻ നടത്തുന്നത് മെഡിക്കൽ ഓഫീസറോട് വിശദീകരിക്കും. കാരണം നമുക്കറിയാം ഒരുപാട് അപേക്ഷകൾ വരും, എല്ലാവരും സാധാരണക്കാരാണ്. അപ്പോൾ അതിനകത്ത് നമുക്ക് പ്രത്യേകത ഇവിടെ എന്ന് പറയുന്നത് നമ്മൾ ഉദ്ദേശിക്കുന്നത് പൂർണ്ണമായും സൗജന്യമായിട്ട് നമുക്ക് ഡയാലിസിസ് ചെയ്ത് കൊടുക്കുന്ന ഒരു സാഹചര്യമാണ് നമുക്കുണ്ടാവുക. ഒരു ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ സ്വാഭാവികമായും പൂർണ്ണമായ സൗജന്യം പലപ്പോഴും പ്രൈവറ്റ് സെക്ടറിലാണ് ഉണ്ടാവാറുള്ളത്. ഗവൺമെൻറ് ഹോസ്പിറ്റൽ സ്വാഭാവികമായും അല്പം മെഡിസിൻ്റെ പൈസ ഒക്കെ വാങ്ങാറുണ്ട്. നമ്മൾ അതുപോലും വാങ്ങാതെ നമ്മൾ ചെയ്യണമെന്നാണ് ഉദ്ദേശിക്കുന്നത്. അതിനുവേണ്ടിയുള്ള പ്രാരംഭ യോഗങ്ങൾ 2-3 യോഗങ്ങൾ ഞങ്ങൾ ഇതിനു മുമ്പ് എടുത്തിരുന്നു. പല രീതിയിലുള്ള സാമ്പത്തിക സഹായം നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. അപ്പോൾ എങ്കിലും നമ്മൾ അത് മുഴുവൻ കാത്തിരുന്ന് നമുക്ക് തുടങ്ങാം എന്ന് പറയുന്നത് സമയം ഇനിയും വൈകും. അതുകൊണ്ട് ഈ മാസം തന്നെ, അത് ആഗസ്റ്റ് മാസത്തിൽ തന്നെ നമ്മുടെ ഡയാലിസിസ് സെൻ്ററിൻ്റെ ഉദ്ഘാടനം നടത്തി പ്രവർത്തനം നടത്തി രോഗികൾക്ക് അതിന് ചികിത്സ ലഭിക്കുന്ന സാഹചര്യം ഉണ്ടാക്കുക എന്നാണ് ഉദ്ദേശിക്കുന്നത്. ഡയാലിസിസ് കേന്ദ്രത്തിലേക്ക് ആവശ്യമായ ജീവനക്കാരെ തിരഞ്ഞെടുത്തിട്ടുണ്ട്. നിലവിൽ ഡയാലിസിസിന് ആവശ്യമായ 3 മെഷീനുകൾ ആശുപത്രിയിലുണ്ട്. 4 മെഷീനുകൾ സ്പോൺസർ വഴി ലഭിക്കും. അടുത്ത തിങ്കളാഴ്ച മുതൽ രോഗികളിൽ നിന്ന് അപേക്ഷ സ്വീകരിക്കും. താലൂക്ക് ആശുപത്രി മെഡിക്കൽ ഓഫീസർ ഉൾപ്പെട്ട സെലക്ഷൻ കമ്മിറ്റിയാണ് ചികിത്സയ്ക്ക് അർഹരായവരെ തിരഞ്ഞെടുക്കുക. ചികിത്സ ആവശ്യമുള്ളവർ താലൂക്ക് ആശുപത്രി, വണ്ടൂർ ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർമാർ, ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാർ മുഖേന അപേക്ഷ നൽകാം. 1 വർഷം 1 കോടിയോളം രൂപ ചെലവ് പ്രതീക്ഷിക്കുന്നുണ്ട്. വണ്ടൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് VK ഹസ്കർ ആമയൂർ അധ്യക്ഷത വഹിച്ചു. വൈസ് പ്രസിഡന്റ് ജെസ്സി ഇട്ടി, ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ V ശിവശങ്കർ, BDO AG സന്തോഷ്, മെഡിക്കൽ ഓഫീസർ ഉമ്മർ പള്ളിയാളി തുടങ്ങിയവർ പങ്കെടുത്തു.